സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. സീറ്റ് നിർണയം വൈകിയില്ലെന്ന് എ.കെ. ആന്റണി. നുണബോംബുകൾ കൊണ്ട് യു.ഡി.എഫിനെ തകർക്കാനാകില്ലെന്ന് വി.ഡി. സതീശൻ. യു.ഡി.എഫ് ഒറ്റക്കെട്ട് നടൂർ പ്രകാശ്. പ്രചാരണത്തിൽ സജീവമാകുമെന്ന് കെ. സുധാകരൻ. കണ്ണൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.ഒ. മോഹനും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദനും കെ. സുധാകരനെ കണ്ടു. സി.പി.എം വിമതർക്കുള്ള യു.ഡി.എഫ് പിന്തുണയിൽ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം. തിരുവനന്തപുരം സെൻട്രലിൽ അപ്രതീക്ഷിത നീക്കവുമായി എൽ.ഡി.എഫ്. നടൻ സുധീർ കരമന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും. ബി.ജെ.പിയുടെ 3ാം സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയന് സാധ്യത. കോൺഗ്രസ് നേതാക്കളായ ബി.എസ്. അനൂപും അരുൺ രാജും ബി.ജെ.പിയിൽ. ആർ.ജെ.ഡി വിട്ട വി. സുരേന്ദ്രൻപിള്ളയുടെ ബി.ജെ.പി പ്രവേശനം വൈകുന്നു. യു.ഡി.എഫ് സ്വതന്ത്രനെന്ന പരിവേഷം മറികടക്കാൻ ജനകീയ സ്വതന്ത്രനെന്ന് പ്രഖ്യാപിച്ച് ജി. സുധാകരൻ. തന്നെ ആരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ല എന്നും സ്വയം ഒഴിഞ്ഞതാണെന്നും വിശദീകരണം. പിണറായിയുടെ 3ാം ഊഴം സഫലമാകില്ല. പി. പ്രസാദിനെതിരെ പ്രചാരണം നടത്തും. ജനം എൽ.ഡി.എഫ് വോട്ട് ചെയ്യില്ലെന്നും ജി. സുധാകരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ രാജ്യത്ത് പ്രീമിയം പെട്രോൾ വില കൂടി. വർധന ലിറ്ററിന് 2 രൂപ 35 പൈസ വരെ. സാധാരണ പെട്രോളിന്റെ വിലയിൽ മാറ്റമില്ല. രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവ്. ഇന്ന് ഇടിഞ്ഞത് 86 പൈസ. ഓഹരി വിപണിയിൽ നേട്ടം. യു.എസ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശം 3 ദിവസത്തേക്ക്. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷം. ലോകത്ത് ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുന്നുവെന്നും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നും പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി. മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുന്ന കാലമെന്ന് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ.